വിഠൽ ഭക്തയായ സക്കുബായിയുടെ ജീവചരിത്രം 5-ാം ഭാഗം. ശോഭയോടെ ജ്വലിക്കുന്ന നിലവിളക്കിൻ തിരിയുടെ പ്രകാശത്തിൽ സക്കു അതീവ സുന്ദരിയായി മിദ്രുവിന് തോന്നി. അയാളുടെ മനസ്സ് ആകാശക്കോട്ട കെട്ടിത്തുടങ്ങി. ഈ ദിവ്യന്റെ തപശക്തിയാൽ സക്കുവിൻ്റെ എല്ലാ വല്ലായ്മകളും തീരും. അതോടെ അവൾ നല്ലൊരു ഭാര്യയാകും. ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യയെ ലഭിച്ച താൻ ഭാഗ്യവാൻ തന്നെ. ഏതായാലും ബ്രാഹ്മണന് കൈനിറയെ ദക്ഷിണ കൊടുത്തേക്കാം. മറ്റു ചിലവുകളേറെ വന്നില്ലല്ലോ. സക്കുവിനോട് പരുഷമായി പെരുമാറിയതിൽ മിദ്രുവിന് ജാള്യത തോന്നി. സാരമില്ല, തൻ്റെ സ്ഥാനത്ത് ഏതൊരു ഭർത്താവും ഇങ്ങനെയൊക്കെ ചെയ്തു പോകും. അയാൾ സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു. തങ്ങൾ ഒരു ദിവസം പോലും ഒരുമിച്ച് കഴിഞ്ഞിട്ടില്ലെന്നും മിദ്രു ഓർത്തുപോയി. ബ്രാഹ്മണന്റെ ഉറക്കെയുള്ള മന്ത്രജപം മിദ്രുവിനെ മനോരാജ്യത്തിൽ നിന്ന് ഉണർത്തി. കൊടിവിളക്കിലെ നാളം കൊണ്ട് അദ്ദേഹം സക്കുവിനെ ഒഴിഞ്ഞു. അതിനുശേഷം പൂക്കളെടുത്ത് ജപിച്ച് സക്കുവിൻ്റെ ശിരസിൽ വെച്ചു. ആ ദിവ്യസ്പർശനത്തിൽ സക്കുവിന് പുളകമുണ്ടായി. ശരീരമൊന്നു വിറച്ചു. മിഴികൾ നിറഞ്ഞൊഴുകി. കണ്ണു തുറക്കാൻ പോലും അവൾ അശക്തയായിരുന്നു. സക്കുവിലുണ്ടായ ഈ വികാരങ്ങൾ ബാധയകലുന്നതായിട്ടാണ് മിദ്രു നനച്ചത്. വത്സേ, എഴുന്നേൽക്കൂ, മധുരമധുരമായി വൃദ്ധൻ പറഞ്ഞു. സക്കു എഴുന്നേറ്റു. ഭർതൃഹിതം നോക്കി ഭഗവത് സ്മരണയോടെ കഴിയൂ, അദ്ദേഹം വീണ്ടും വാത്സല്യപൂർവ്വം പറഞ്ഞു. സക്കു മിദ്രു റാവിൻ്റെ സമീപത്തേക്ക് നീങ്ങി നിന്നു. മിദ്രു അന്തം വിട്ടുപോയി. എത്ര അനായാസം ബ്രാഹ്മണൻ സക്കുവിലെ ബാധയകറ്റി. അവളിപ്പോൾ എത്ര അച്ചടക്കത്തോടെ നല്ലൊരു ഭാര്യയെപ്പോലെ നിലകൊള്ളുന്നു. മിദ്രു വൃദ്ധ ബ്രാഹ്മണനെ സാഷ്ടാംഗം നമസ്കരിച്ചു. ബ്രാഹ്മണ ശ്രേഷ്ഠ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ജീവിതം സമ്മാനിച്ചതിന് ഞാൻ എന്നും അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. തീക്കനൽ എന്ന് കരുതി ഞാൻ വലിച്ചെറിഞ്ഞതിനെ അങ്ങ് ദിവ്യരത്നമാക്കി മാറ്റി. എൻ്റെ മാറത്തണിയാൻ തക്കവിധം അങ്ങ് അത് തിരിച്ചു സമ്മാനിച്ചിരിക്കുന്നു. മിദ്രു ചോദിച്ചു, ഞാൻ എന്ത് ചെയ്താലാണ് താങ്കൾക്ക് സന്തോഷമാകുക? വൃദ്ധൻ നീണ്ടു നരച്ച താടി തലോടി ഗൂഢസ്മിതത്തോടെ അരുളി, കുഞ്ഞെ, എൻ്റെ സന്തോഷത്തിനായി നീ ചെയ്യേണ്ടത് ധർമ്മിഷ്ഠനാകുക എന്നതാണ്. ഒന്ന് നിർത്തി സഗൗരവം വൃദ്ധൻ പറഞ്ഞു, സക്കുവിൻ്റെ ഈശ്വര ഭജനത്തിന് തടസ്സം നിൽക്കരുത്. അവൾക്ക് അന്നദാനം നടത്താനും ജപിക്കാനും ഭജന പാടാനും പറ്റുന്ന ഒരു സംവിധാനം ഒരുക്കിക്കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇവൾ നിനക്കെന്നുമെന്നും അനുഗ്രഹദായിനിയായി മാറും. അല്ലെങ്കിൽ ഞാൻ ഒഴിപ്പിച്ച ബാധ വീണ്ടും തിരിച്ചു വരും. പിന്നീട് അത് മാറ്റുക ബഹുകഠിനം. താൻ ആ വിധമൊക്കെ പ്രവർത്തിച്ചു കൊള്ളാമെന്ന് മിദ്രു വാഗ്ദാനം ചെയ്തു. വൃദ്ധന് സന്തോഷമായി. മിദ്രു ബ്രാഹ്മണന് ദക്ഷിണ കൊടുക്കാൻ ശ്രമിച്ചു. ബ്രാഹ്മണൻ തടുത്തുകൊണ്ട് പറഞ്ഞു, എനിക്ക് ദക്ഷിണയൊന്നും വേണ്ട. എൻ്റെ ഉപദേശങ്ങൾ അനുസരിക്കുകയാണ് എനിക്ക് ഏറ്റവും സ്വീകാര്യമായ ദക്ഷിണ. ഇരുവരോടും യാത്ര പറഞ്ഞ് ബ്രാഹ്മണൻ ഇറങ്ങി. ഇനി എന്നാണ് തനിക്ക് ഭഗവത് ദർശനം ലഭിക്കുക എന്ന പരിഭ്രമത്തിലായിരുന്നു സക്കു. മുന്നോട്ട് ഏതാനും അടികൾ വെച്ച ബ്രാഹ്മണൻ പെട്ടെന്ന് നിന്നു. വിഷാദമഗ്നിയായി നിൽക്കുന്ന സക്കുവിനെ നോക്കി. പിന്നെ മിദ്രുവിനെ നോക്കി. എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ ഞാൻ കൂടെയുണ്ടാകും. സന്തോഷമായിരിക്കൂ. അത് കേട്ട് മിദ്രു തലയാട്ടി. പക്ഷേ സക്കുവിനറിയാമായിരുന്നു അത് തനിക്കുള്ള സന്ദേശമാണെന്ന്. പടിപ്പുര കടന്ന് ബ്രാഹ്മണൻ മറഞ്ഞു. മിദ്രു ആഹ്ലാദവാനായി. ഈശ്വരോപദേശം മനസ്സിൽ സൂക്ഷിച്ച് സക്കു ഗൃഹസ്ഥധർമ്മം പുലർത്തി. സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ആരംഭിച്ചു. മിദ്രു സുന്ദരിയായ തൻ്റെ ഭാര്യയുടെ ഗുണഗണങ്ങൾ കാണുന്നവരോടൊക്കെ വിവരിച്ചു. കുറച്ചു കാലം കഴിഞ്ഞതോടെ അയൽവാസികളായ സ്ത്രീകൾക്ക് അസൂയ തോന്നിത്തുടങ്ങി. ചിലർ അങ്ങനെയാണല്ലോ. മറ്റുള്ളവരുടെ സുഖജീവിതം, അവരുടെ സ്വസ്ഥത നശിപ്പിക്കും. തങ്ങൾക്ക് നന്മയുണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല. മറ്റുള്ളവർ സന്തോഷമായി ജീവിതം നയിക്കുന്നത് അവർക്ക് അതീവ ദുഃഖകരം തന്നെ. ബ്രാഹ്മണന്റെ ഉപദേശപ്രകാരം
മിദ്രു കുറച്ചൊക്കെ സ്വാതന്ത്ര്യം സക്കുവിന് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ അവൾക്ക് ഗ്രാമത്തിലെ കുളിക്കടവിൽ പോകാനും ക്ഷേത്ര ദർശനത്തിനും അനുവാദം കിട്ടി. കുറെ കാലം കഴിഞ്ഞതോടെ സക്കുവിൽ ചെറിയൊരു വ്യാകുലത ആരംഭിച്ചു. എത്ര കാലമായി ഭഗവാനെ കണ്ടിട്ട്, ഇനി എന്നാണ് ആ ദർശനം സാധ്യമാകുക? സക്കു ചിലപ്പോൾ ഈ ചിന്തയിൽ മുഴുകി നൊമ്പരപ്പെടും. ഒരിക്കൽ കുളിക്കടവിൽ എത്തിയ സമയം കടവിൽ ആരുമില്ല. ഏകാന്തമായ സ്ഥലം, നിശ്ചലമായ ജലം. സക്കുവിൽ ഭഗവത് ചിന്ത ഉയർന്നു പൊങ്ങി. അവളുടെ ഉള്ളം തേങ്ങി. തന്നെ വാത്സല്യത്തോടെ രക്ഷിച്ചു പോന്ന ആ കരുണാമൂർത്തി എന്തേ ഇത്ര നാളായിട്ടും ദർശനം നൽകാത്തത്? തൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും വീഴ്ചയുണ്ടായി കാണും. അല്ലെങ്കിൽ ഇത്രയും കാലം മറഞ്ഞിരിക്കാൻ ഭഗവാന് കഴിയുമോ? ആ ചിന്ത സക്കുവിനെ തളർത്തി. അപ്പോഴേക്കും ചിന്ത മറ്റൊരു വഴിക്ക് തിരിഞ്ഞു. ദൈവമേ, ഇനി ഒരിക്കലും തനിക്ക് ആ ദർശനം ലഭിക്കില്ലേ? ആ ചിന്ത ഉണർന്നതും സക്കു വിറച്ചുപോയി. അവൾക്ക് ശ്വാസം മുട്ടി. തൻ്റെ ജീവിതം വ്യർത്ഥമെന്ന് തോന്നി. അവൾക്ക് ദുഃഖം സഹിക്കവയ്യാതായി. പെട്ടെന്ന് തല ചുറ്റി. സക്കു കൽപ്പടവിൽ കുഴഞ്ഞു വീണു. അതോടെ അവളുടെ ബാഹ്യബോധവും മറഞ്ഞു. വഴുക്കലുള്ള കൽപ്പടവിൽ വീണ സക്കു മെല്ലെ തെന്നി ഒഴുകി കുളത്തിലേക്ക് പതിച്ചു. വിജനമായ കുളക്കടവ്. സക്കു ജലത്തിലേക്ക് താഴ്ന്നു തുടങ്ങി. ഏതാനും നിമിഷങ്ങൾ അന്തര്യാമിയായ പ്രഭു ബ്രാഹ്മണവേഷം പൂണ്ട് കുളത്തിൻ്റെ അഗാധതയിൽ നിന്നും ഉയർന്നു പൊങ്ങി ആഴ്ന്നുപോയിക്കൊണ്ടിരുന്ന സക്കുവിനെ കോരിയെടുത്തുകൊണ്ട് ജലോപരി ഉയർന്നു വന്നു. വൃദ്ധൻ കടവിലിരുന്ന് സക്കുവിനെ മടിയിൽ കിടത്തി അവളെ പരിചരിക്കാൻ തുടങ്ങി. അവളുടെ കവിളിൽ മെല്ലെ തട്ടി വിളിച്ചു, സക്കു, ഉണരൂ, കണ്ണു തുറക്കൂ. നീ കാണാൻ കൊതിച്ച നിന്റെ ആചാര്യനാണ്, പ്രഭുവാണ് വന്നിരിക്കുന്നത്. വൃദ്ധ ബ്രാഹ്മണൻ വീണ്ടും വീണ്ടും അവളെ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു. മൃദുവായി ഓരോന്നരുളി സക്കുവിനെ ഉണർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് തന്നെയാണ് സക്കുവിൻ്റെ അയൽക്കാരികളായ കുറച്ചുപേർ കുളിക്കടവിലെത്തിയത്. അവർ മുകളിൽ നിന്ന് കണ്ട കാഴ്ച. താഴെ പടിക്കെട്ടിൽ അപരിചിതനായ ഒരാളുടെ മടിയിൽ സുചരിതയെന്നും സുശീലയെന്നും പതിവ്രത രത്നമെന്നുമൊക്കെ പുകഴ്ത്തപ്പെട്ട സക്കു കിടക്കുന്നു. അയാൾ അവളെ തലോടുന്നു. മൃദുവായി എന്തൊക്കെയോ പറയുന്നു. അവർക്കത്രയും മതിയായിരുന്നു. ശബ്ദമുണ്ടാക്കാതെ സ്ത്രീകൾ തിരിച്ചു നടന്നു. അവർ കണ്ടവരോടൊക്കെ പറയാനും തുടങ്ങി, ഇപ്പോൾ ചെന്നാൽ കുളിക്കടവിൽ നല്ലൊരു രംഗം കാണാം. അതിലൊരുവൾ മിദ്രുവിൻ്റെ കടയിൽ ചെന്ന് വീറോടെ പറഞ്ഞു, നിങ്ങളുടെ പതിവ്രത രത്നമായ ഭാര്യ ഏതോ ഒരുത്തൻ്റെ മടിയിൽ കിടക്കുന്നു. അയാൾ അവളെ ചുംബിക്കുകയും ആശ്ലേഷിക്കുകയും ചെയ്യുന്നത് നേരിട്ട് കണ്ടിട്ടാ ഞാൻ വരുന്നത്. സംശയമുണ്ടെങ്കിൽ വേഗം ചെല്ലുക, നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം. ഇടിവെട്ടേറ്റതുപോലെ തരിച്ചിരുന്നു പോയി മിദ്രു റാവു. പിന്നീട് ഒരുവിധം സമനില വീണ്ടെടുത്ത് അയാൾ കുളിക്കടവിലേക്ക് കുതിച്ചു. അമ്പലക്കുളത്തിലേക്ക് പായുകയായിരുന്നു മിദ്രു റാവു. ഒരിക്കലും ഒരു ഭർത്താവും കേൾക്കാൻ പാടില്ലാത്തതാണ് കേട്ടുകഴിഞ്ഞത്. സാധാരണ കൊണ്ടു നടക്കാറുണ്ടായിരുന്ന വാളും ഉറയിലുണ്ട്. സക്കു തെറ്റായ വഴിയിലാണെങ്കിൽ ഇന്ന് രണ്ടിനെയും വെട്ടിയരിഞ്ഞ് കുളത്തിലിട്ടിട്ടേയുള്ളൂ കാര്യം. ഓടുന്നതിനിടയിൽ പേ പിടിച്ച അത്തരമൊരു തീരുമാനവും അയാൾ എടുത്തു കഴിഞ്ഞിരുന്നു. മിദ്രു അമ്പലക്കുളത്തിനരികിലെത്തി. കുളത്തിന് ചുറ്റും പൊക്കമുള്ള മതിൽ. മതിലുകൾക്കിടയ്ക്ക് ഇടവിട്ട് കുളത്തിലേക്ക് ഇറങ്ങാനായി വഴിയുണ്ട്. മിദ്രു റാവു അതിലൂടെ മതിലിനകത്ത് കയറി. താഴെ കുളത്തിലെ പടവിൽ ഒരു വൃദ്ധനിരിക്കുന്നു. അയാളുടെ മടിയിൽ ഒരു സ്ത്രീ കിടക്കുന്നു. സ്ത്രീയുടെ മുഖം കാണാൻ വയ്യ. പക്ഷെ അവരുടെ ചേല കണ്ടപ്പോൾ അത് സക്കുവാണെന്ന് മിദ്രുവിന് ഉറപ്പായി. ശരീരം തരിച്ചു. കണ്ണിൽ മിന്നലേറ്റ പോലെ കുറച്ച് നിമിഷത്തേക്ക് ഒന്നും കാണാൻ വയ്യാതായി. ഏതാനും നിമിഷങ്ങൾക്കകം അയാൾക്ക് പരിസരബോധം കിട്ടി. ഒച്ചയെടുക്കണമെന്നുണ്ട്, പക്ഷെ വികാര തള്ളിച്ചയാൽ അതിന് കഴിയുന്നില്ല. മിദ്രു കുളത്തിലേക്കുള്ള കൽപ്പടവുകൾ പിടിപിടേയെന്ന് ചാടിയിറങ്ങി, ഊരിപ്പിടിച്ച വാളുമായി. ശബ്ദം കേട്ട് വൃദ്ധൻ തലയുയർത്തി തിരിഞ്ഞു നോക്കി. പടവുകൾ ചാടിയിറങ്ങി വരുന്ന മിദ്രുവിനെ വൃദ്ധൻ തറപ്പിച്ചു നോക്കി. ഒരു നിമിഷം മിദ്രു റാവു സ്തംഭിച്ചുപോയി. പെട്ടെന്ന് വൃദ്ധൻ നോട്ടം മാറ്റി. അദ്ദേഹം തിടുക്കത്തിൽ പറഞ്ഞു, വേഗം വരിൻ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു.
മിദ്രു വല്ലാതായിപ്പോയി. കയ്യിൽ പിടിച്ച വാൾ താഴെ വീണു. വൃദ്ധനെ തിരിച്ചറിഞ്ഞപ്പോൾ മിദ്രു പരിഭ്രമിച്ചു. തൻ്റെ വീട്ടിൽ വന്ന് സക്കുവിനെ സുഖപ്പെടുത്തിയ വൃദ്ധ ബ്രാഹ്മണൻ, അയാളുടെ മടിയിൽ ബോധം കെട്ടിക്കിടക്കുന്ന സക്കു. മിദ്രുവിൻ്റെ കോപത്തീ അടങ്ങി. പകരം പരിഭ്രമജ്വാല പടർന്നു കയറി. സ്വാമി, എന്താ സക്കുവിന്? എന്തു പറ്റി? അയാൾ വിറയലോടെ ചോദിച്ചു. എന്തു പറ്റിയെന്ന് എനിക്കും തിട്ടം പോരാ. ഈ കുട്ടിയെ പഴയ ബാധ പിടികൂടിയോ എന്ന സംശയം. മിദ്രു അത് കേട്ട് തളർന്നു. വൃദ്ധൻ ആലോചനയിൽ മുഴുകിയതുപോലെ കാണപ്പെട്ടു. ഇവളാകെ നനഞ്ഞിരിക്കുന്നുവല്ലോ. നനഞ്ഞു കിടക്കുന്ന സക്കുവിനെ നോക്കി ആധിയോടെ ഒരുവിധം മിദ്രു പറഞ്ഞു. അതെ, ഭാഗ്യത്തിന് ഞാൻ ഇതുവഴി വരുന്ന സമയമായിരുന്നു. കൈയും കാലും കഴുകാനായി കുളത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് ആരോ വെള്ളത്തിലേക്ക് താണു പോകുന്നത് കണ്ടത്. വയസ്സായില്ലേ, കാഴ്ച അത്ര കണിശമല്ല എനിക്ക്. ഏതായാലും ഞാൻ ഓടിയിറങ്ങി വെള്ളത്തിലേക്ക് ഊളിയിട്ടു. താണുപോയിക്കൊണ്ടിരുന്ന ഇവളുടെ മുടിക്കുത്തിൽ പിടുത്തം കിട്ടി. വലിച്ച് കരയിൽ കൊണ്ടുവന്നപ്പോഴാ നിങ്ങളുടെ പത്നിയാണെന്നറിഞ്ഞത്. പിന്നെ കുടിച്ച വെള്ളം കക്കിച്ച് കളയുകയായിരുന്നു ഞാൻ ഇതേവരെ. ഭാഗ്യം ഭാഗ്യം, അങ്ങ് ഇതുവഴി വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ സക്കു. പരിഭ്രമത്തോടെ സ്വന്തം നെഞ്ചു തിരുമ്മിക്കൊണ്ട് മിദ്രു പറഞ്ഞു. ദാ അവരെല്ലാവരും എത്തിയല്ലോ. കുളിക്കടവിൻ്റെ മുകളിലേക്ക് നോക്കി വൃദ്ധൻ അർത്ഥഗർഭമായി പറഞ്ഞു. മിദ്രു തല ഉയർത്തി നോക്കി. പരദൂഷണം പറഞ്ഞെത്തിയ സ്ത്രീകൾ കുശുകുശുത്തുകൊണ്ട് നിൽക്കുന്നു. സക്കുവിനെ വെട്ടിയെരിയുന്ന രംഗം കാണാനെത്തിയവർ മിദ്രു ബ്രാഹ്മണനെ വന്ദിക്കുന്ന രംഗം കണ്ട് അസ്വസ്ഥരായി. മിദ്രുവിൻ്റെയും വൃദ്ധൻ്റെയും നോട്ടം താങ്ങാനാവാതെ അവർ പിറുപിറുത്തുകൊണ്ട് പിൻവലിഞ്ഞു തുടങ്ങി. ചലനമറ്റ് കിടക്കുന്ന സക്കുവിനെ നോക്കി മിദ്രു നൊമ്പരത്തോടെ ചോദിച്ചു. സ്വാമി, ഇനി എന്താ ചെയ്യുക? ഇവൾ അനങ്ങുന്നില്ലല്ലോ. വിഷമിക്കേണ്ട, അവൾ കുടിച്ച വെള്ളം മുഴുവൻ ഞാൻ വലിച്ചെടുത്ത് കളഞ്ഞു. വായിൽ ഊതി ശ്വാസതടസ്സവും അകറ്റി. വൃദ്ധൻ കുനിഞ്ഞ് സക്കുവിനെ തോളിൽ ശക്തിയായി തട്ടിക്കൊണ്ട് പറഞ്ഞു. കുട്ടി, എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ. ഏതാനും പ്രാവശ്യം തട്ടി വിളിച്ചപ്പോൾ സക്കു മെല്ലെ കണ്ണു തുറന്നു. അവൾ കിടന്നുകൊണ്ട് തന്നെ പകച്ചു നോക്കി. കുറച്ചു നേരത്തേക്ക് ഒന്നും പിടുത്തം കിട്ടിയില്ല. പിന്നെ മെല്ലെ മെല്ലെ കഴിഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിൽ തെളിഞ്ഞു തുടങ്ങി. ഭഗവത് വിരഹസ്മരണയിൽ താൻ കുഴഞ്ഞു വീഴാൻ തുടങ്ങിയതുവരെ അവൾ ഓർമ്മിച്ചു. അതോടെ ചാടി എഴുന്നേറ്റു. ഞാൻ എനിക്ക് അവൾ വിക്കി വിക്കി പറഞ്ഞു. മെല്ലെ മെല്ലെ വൃദ്ധൻ അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. മിദ്രുവിന് ആശ്വാസമായി. മുന്നിൽ നിൽക്കുന്ന വൃദ്ധബ്രാഹ്മണനെ കണ്ട് സക്കു ആനന്ദവതിയായി. ശരീരം വിറപ്പുണ്ടു. തൻ്റെ ഗുരുനാഥൻ വെള്ളത്തിൽ വീണതുകൊണ്ടാ വിറയ്ക്കുന്ന. ബ്രാഹ്മണൻ സക്കുവിനെ ചൂണ്ടി മിദ്രുവിനോട് പെട്ടെന്ന് പറഞ്ഞു. അദ്ദേഹം അത് മനഃപൂർവ്വം അരുളിയതാണെന്ന് സക്കുവിന് മനസ്സിലായി. അവൾ അനക്കമില്ലാതെ ആ ദിവ്യസ്വരൂപനെ മിഴികളാൽ പാനം ചെയ്തുകൊണ്ടിരുന്നു. ചെല്ലു, വീട്ടിലേക്ക് പോകൂ. ഇനി ഒറ്റയ്ക്ക് കുളത്തിൽ വരുമ്പോൾ ശ്രദ്ധിക്കണം. ഭഗവത് കൃപ കൊണ്ടാണ് ഇപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാകാതിരുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വൃദ്ധബ്രാഹ്മണൻ പടവുകൾ കയറി നടക്കാൻ തുടങ്ങി. മിദ്രു സക്കുവിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് വൃദ്ധൻ്റെ പുറകെ പടവുകൾ കയറി. പരദൂഷണത്തിനെത്തിയ സ്ത്രീകൾ പദം പറഞ്ഞ് പിരിഞ്ഞു പോയിരിക്കുന്നു. ആ സംഭവത്തിന് ശേഷം സക്കു ഒറ്റയ്ക്ക് അമ്പലക്കുളത്തിൽ പോകുന്നത് മിദ്രു വിലക്കി. അവൾ എതിരൊന്നും പറഞ്ഞതുമില്ല. തൻ്റെ മനോനില ഭർത്താവിനെ ഒരു തരത്തിലും ബോധ്യപ്പെടുത്താനാവില്ലെന്ന് സക്കുവിനറിയാമായിരുന്നു. പിന്നെ തൻ്റെ ഈശ്വരഭജനത്തിന് ഇപ്പോൾ അദ്ദേഹം തടസ്സം നിൽക്കുന്നുമില്ല. അതുതന്നെ മഹാഭാഗ്യം എന്നവൾക്ക് തോന്നി. അയൽവാസികൾക്ക് ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലി പിരിയാത്തതിൻ്റെ വൈമനസ്യവും ഉണ്ടായി. സക്കുവിൻ്റെ സൗന്ദര്യവും അടക്കവും മൃദുവായ സംസാരവും പക്വതയും നാട്ടിലെ സ്ത്രീകൾക്ക് അത്ര പിടിച്ചില്ല. അവർ ചുണ്ടുകൂട്ടി പറയും, ഹോ, ഒരു വലിയ ഭക്ത വന്നിരിക്കുന്നു. ഗ്രാമത്തിലുള്ള എല്ലാവരും പൊതുക്കിണറിൽ നിന്നാണ് വെള്ളം കൊണ്ടുപോകുക. സക്കു തിരക്കൊഴിഞ്ഞ സമയം നോക്കി കിണറ്റിൻകരയിൽ ചെല്ലൂ. അതിന് കാരണം രണ്ട്. ഒന്നാമതായി, ആരോടും സംസാരിക്കണ്ട. കാരണം സംസാരിച്ചു തുടങ്ങിയാൽ ആരെയെങ്കിലും അപവദിക്കുന്നതിലോ ദൂഷണം പറയുന്നതിലോ അവസാനിക്കും.
രണ്ടാമത്, ഒറ്റയ്ക്കാണേൽ മനസ്സിൽ വിരിഞ്ഞു നിൽക്കുന്ന തൻ്റെ ഗുരുനാഥൻ്റെ സുസ്മേര വദനം ധ്യാനിച്ച് തിരുനാമം ജപിച്ച് ഗൂഢമായി ആനന്ദം നുകരാം. സാക്ഷാത് പണ്ഡരീനാഥനാണ് ഗുരുവിൻ്റെ രൂപം പൂണ്ട് വന്നിരിക്കുന്നതെന്ന് സക്കുവിന് ഉറപ്പായിരുന്നു. ലൗകിക വർത്തമാനം കൂടുംതോറും ഉള്ളിലെ ഇഷ്ടദേവതാ സാന്നിധ്യം കുറയുന്നതായി സക്കുവിന് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തൻ്റെ ഓരോ വാക്കും പെരുമാറ്റവും വളരെയേറെ അവൾ ശ്രദ്ധിച്ചിരുന്നു. സക്കു കിണറ്റിൻ കരയിലെത്തി. ആരുമില്ല. അവൾ വെള്ളം കോരി കുടം നിറച്ചു. അപ്പോൾ ഇളം തെന്നലിൽ ഏതോ ഭജനയുടെ താളവും ഈണവും ലയിച്ചിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. കുടമെടുത്ത് എളിയിൽ വെച്ചപ്പോൾ ഭജനയ്ക്കിടയിൽ അടിക്കുന്ന കൈമണിയുടെ നാദം അവൾ വ്യക്തമായി കേട്ടു. ശരീരം കോൾമയിർ കൊണ്ടു. അധരങ്ങൾ വിറച്ചു. കണ്ണിൽ ആനന്ദബാഷ്പം. എവിടെയോ മധുരമധുരമായ ഭജന നടക്കുന്നു. കുടം താഴെ വെച്ചവൾ നടന്നു. ഇളം തെന്നൽ അവളെ വഴി കാണിച്ചു. അമ്പലമുറ്റത്തുള്ള പടർന്നു പന്തലിച്ച ആൽവൃക്ഷത്തിൻ ചുവട്ടിൽ ഒരു ഭജന സംഘം. ശ്രീ പാണ്ഡുരംഗജയ വിഠല, ശ്രീ പത്മനാഭ. ഭജനയുടെ താളം മുറുകി. വേഭതുഗാത്രിയായി സക്കു ഓടിയെത്തി. ഭജന സംഘത്തിൻ്റെ മധ്യത്തിലിരിക്കുന്ന 2 മഹാത്മാക്കളെ അവൾ നമസ്കരിച്ചു. അവർ വാത്സല്യപൂർവ്വം അവളുടെ ശിരസിൽ അക്ഷതമിട്ട് ആശീർവദിച്ചു. അന്വേഷണത്തിൽ അവൾ അറിഞ്ഞു അത് കബീർദാസും പുത്രൻ കമാലുമാണ്. 2 പേരും വൈഷ്ണവ സിദ്ധന്മാർ, നാടെങ്ങും ആദരിക്കപ്പെടുന്ന തപസ്വികൾ. ഭഗവത് ഗുണ കീർത്തനം ചെയ്ത് അവർ നാടുതോറും നടക്കുന്നു. ഭഗവത് നാമ സങ്കീർത്തനത്തിൽ അന്തരീക്ഷം പവിത്രമാക്കുന്ന പരമദിവ്യമായ യജ്ഞത്തിലാണവർ. അവരുടെ യാത്ര പാണ്ഡുരംഗ ക്ഷേത്രത്തിലേക്കാണെന്നറിഞ്ഞതോടെ സക്കുവിന് കുളിരു കോരിയിട്ടു. അവൾ കബീർദാസിനെ വീണ്ടും വന്ദിച്ചുകൊണ്ട് ചോദിച്ചു, സ്വാമി, എന്നെ കൂടി പാണ്ഡുരംഗ ദർശനത്തിന് കൊണ്ടുപോകുമോ? സാകൂതം അവളെ നോക്കി കബീർ പറഞ്ഞു, നിന്റെ നെറ്റിയിൽ ചാർത്തിയ കുങ്കുമം നീ ഭർത്തൃമതിയാണെന്ന് തെളിയിക്കുന്നു. ഭാര്യ ഭർത്താവിനൊപ്പം വേണം യാത്ര ചെയ്യാൻ. അന്യപുരുഷന്മാർക്കൊപ്പം യാത്ര ചെയ്യുന്നത് സാമൂഹിക നീതിയല്ല കുട്ടി. സക്കുവിൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകി. മിദ്രുവിന് ക്ഷേത്രദർശനം ഇഷ്ടമല്ലെന്ന് എങ്ങനെ പറയും? പറഞ്ഞാൽ അത് ഭർത്തൃനിന്ദയാകും. പക്ഷേ തനിക്ക് ഭഗവത് ദർശനം ഒഴിവാക്കാനും വയ്യ. അവളുടെ കണ്ണീർ കണ്ട് സിദ്ധനായ കബീറിന് കാര്യം പിടികിട്ടി. അദ്ദേഹത്തിൻ്റെ മുഖം കരുണ കൊണ്ട് നിറഞ്ഞു. സക്കു പറഞ്ഞു, സ്വാമി, അദ്ദേഹത്തോടൊപ്പം ഭഗവത് ദർശനം നടത്താൻ ഇപ്പോൾ കഴിയുമെന്ന് തോന്നുന്നില്ല. എനിക്കാണേൽ പാണ്ഡുരംഗനെ കാണാൻ കൊതിയാകുന്നു. ഞാൻ അവിടുത്തെ പുത്രിക്ക് സമമല്ലേ? അങ്ങ് എനിക്ക് പിതാവാണ്. പിതാവിനൊപ്പം പുത്രിക്ക് എവിടെ വേണമെങ്കിലും പോകാമല്ലോ. ഈ മകളുടെ ആഗ്രഹം നിഷേധിക്കരുതേ. സക്കു ഹൃദയത്തിൽ തട്ടിപ്പറഞ്ഞ വാക്കുകൾ കേട്ട് ഭക്തനും ജ്ഞാനിയുമായ കബീറിൻ്റെ ഉള്ളം പിടഞ്ഞുപോയി. നിറഞ്ഞ മിഴികൾ ആരും കാണാതെ തുടച്ചുകൊണ്ട് ആ മഹാഭക്തൻ അരുളി, പുത്രി, ചെല്ലു, ഭർത്താവിൻ്റെ അനുവാദം വാങ്ങിവരൂ. നിന്നെ ഞാൻ പാണ്ഡുരംഗ സന്നിധിയിൽ എത്തിക്കാം. ആ വാക്കുകളിൽ നിറഞ്ഞ ഗാംഭീര്യം, കാരുണ്യം സക്കുവിൽ ചലനമുണ്ടാക്കി. അവൾ വീട്ടിലേക്ക് പാഞ്ഞു. കിണറ്റിൻകരയിൽ നിറച്ചു വച്ചിരിക്കുന്ന കുടം പോലും എടുക്കാതെ. മനസ്സിൽ ഒരേ ഒരു രൂപം മാത്രം, ശ്രീ പാണ്ഡുരംഗ ദർശനം.